എന്റെ നാട്ടിൽ ഒരു സ്ത്രീ മരിക്കാനിടയായി. ഇടവണ്ണപ്പാറക്കടുത്തും അപ്പുറം പ്രദേശത്ത്. അന്ന് മുദരിസായ ഒരു AP വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ജനാസ വഹിച്ചു പോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലിക്കൊടുത്തു. ജനങ്ങളത് ഏറ്റു ചൊല്ലി. മുജാഹിദ് പ്രവർത്തകർ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിക്ർ നമ്മുടെ നാട്ടിൽ പുതിയതാണ്. അത് സംബന്ധമായി നോട്ടീസ് അടിക്കുകയും ചർച്ചയും നാട്ടിൽ നടന്നപ്പോൾ വിനീതനായ ഞാൻ ആ മുദരിസിനെ നേരിൽ കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദിക്റിന്റെ ഏർപ്പാട് നേരത്തെ ഇല്ല. നിങ്ങളതിപ്പോൾ തുടങ്ങിയപ്പോൾ മുജാഹിദിന്റെ ആളുകൾ അതുമായി സംസാരവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് മറുപടി നൽകണമല്ലോ, എന്താണ് നിങ്ങളെ പ്രമാണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ പറയേണ്ട സമയമാകും, പറയേണ്ട ആളുകൾ വന്നിട്ട് പറയും. കാരണം ഞാൻ ഈക്കണ്ട ആളാണ്, മുജാഹിദിന്റെ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ പറയും. സ്വന്തം ചെലവിൽ ഞാനും എൻ്റെ സുഹൃത്തും 4 or 5 തവണ പരസ്യമായി സ്റ്റേജ് കെട്ടി ശാഫിഈ മദ്ഹബ് പ്രകാരം. കാരണം അന്ന് ഞങ്ങളുടെ പ്രമാണം ശാഫിഈ മദ്ഹബാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം മയ്യത്ത് വഹിച്ചു പോകുമ്പോൾ മൗനമായിട്ടാണ് പോകേണ്ടത് എന്ന് ഞങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. ശാഫിഈ മദ്ഹബിന്റെ റൂള് ഫത്വൽ മുഈൻ എന്ന കിതാബ് ഓതുന്ന ഏത് മുതഅല്ലിമീങ്ങൾക്കും അറിയും. ഫത്വൽ മുഈൻ മുഴുവൻ ഓതണം, ഇടയ്ക്ക് വെച്ച് മതിയാക്കുക. അതിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, വഅലം അന്നൽ മുഅ്തമദ ലിൽ ഹുക്മി വൽ ഫത്വ മത്തഫഖ അലൈഹി ശൈഖാൻ. ഒരു മുസ്ലിയാർക്ക് ഫത്വ നൽകണമെങ്കിലും ഒരു ഖാദിക്ക് വിധി പ്രഖ്യാപിക്കണമെങ്കിലും ശാഫിഈ മദ്ഹബിൽ അവലംബമാക്കേണ്ടത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ഒത്തു പറഞ്ഞതാണ്. അവർ തമ്മിൽ അഭിപ്രായ അനൈക്യമാകുമ്പോൾ ഇമാം നബവി പറഞ്ഞതിന് പ്രാമുഖ്യം നൽകണം എന്നതാണ് ശാഫിഈ മദ്ഹബിന്റെ റൂള്. ഖാല സംഹൂദി മാ സാറ മശായിഖുനാ യൂസീനാ ബിൽ ഇഫ്താഇ ബിമാ റജ്ജഅഹു ശൈഖാനി. ഇമാം നബവിയും റാഫിയും പ്രാമുഖ്യം നൽകിയത് അനുസരിച്ച് ഫത്വ നൽകണമെന്ന് നമ്മളോട് നമ്മുടെ മശായിഖന്മാർ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് എതിരായിട്ട് എത്ര ആളുകൾ പറഞ്ഞാലും അത് അവഗണിച്ച് കളയണമെന്നും ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യാറുണ്ടായിരുന്നു. വഖാല ശൈഖ് ഇബ്നു സിയാദ് വജീഹുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യജിബു അലൈനാ ഫിൽ ഗാലിബി മാ റജ്ജഅഹു ശൈഖാനി. സാധാരണഗതിയിൽ ഇമാം നബവി റാഫിഈ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വഇൻ നുഖില അനിൽ അക്സരീന ഖിലാഫുഹു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന് എതിരായിട്ട് ധാരാളം ആളുകളാൽ ഉദ്ധരിക്കപ്പെട്ടാലും ശരി, നബവി ഇമാം പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത് എന്ന ശാഫിഈ മദ്ഹബിന്റെ റൂള് വെച്ചുകൊണ്ട് ഞാൻ ഇമാം നബവിയുടെ അദ്കാറിൽ നിന്ന് ചില വരികൾ വായിച്ചു കേൾപ്പിച്ചു. വഅലം അന്ന സവാബൽ മുഖ്താറ വകാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു. നീ അറിയണം, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നബവി ഇമാം എന്ന് പറഞ്ഞാൽ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനല്ല. രണ്ടാം ശാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിർ എഡിറ്റർ എന്ന പേരിലാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ടത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് 204. നബവി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത് 631. കൃത്യമായി പറഞ്ഞാൽ ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായി 427, 4.5 നൂറ്റാണ്ടോളം കഴിഞ്ഞതിന്റെ ശേഷമാണ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. നബവി ഇമാം പറയുന്നു, നീ അറിയണം, അന്ന സ്വവാബ തീർച്ചയായിട്ടും ശരി, അൽ മുഖ്താർ പ്രബലം, മാ കാന അലൈഹി സലഫു സ്വഹാബത്തിന്റെ മാർഗം, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസതി. ജനാസയോടൊപ്പം നടക്കുമ്പോൾ മൗനമായി പോകലാണ്. ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. അതുകൊണ്ട് ഖുർആൻ കൊണ്ടോ ദിക്ർ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ശബ്ദം ഉയർത്തപ്പെടാത്തതല്ല. വൽ ഹിക്മതു ഫീഹി വാഹിറത്തുൻ. അതിലെ യുക്തി വളരെ വ്യക്തമാണ്.
വഹിയ അന്നഹു അസ്കനു ലിഖാതിരിഹി, അവന്റെ മനസ്സിന് അടക്കം കിട്ടൽ അങ്ങനെ പോയാലാണ്. വ അജ്മഉ ലിഫിക്രിഹി, അവന്റെ മനസ്സിനെ ഒരുമിച്ച് കൂട്ടുന്നത്. ഫീമാ യതഅല്ലഖു ബിൽ മയ്യത്തി, മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കവും ഒതുക്കവും അവന്റെ മനസ്സിന് കിട്ടണമെങ്കിൽ ശബ്ദമില്ലാതെ പോകണം. വഹുവൽ മത്ലൂബു ഫി ഹാദൽ ആദി, ആ സന്ദർഭത്തിൽ തേടപ്പെടുന്നത് അതാണ്. ഫഹാദാ ഹുവൽ ഹഖ്, അതുകൊണ്ട് ഇത് ഈ പറഞ്ഞത് മൗനമായി പോകൽ. ഹുവൽ ഹഖ്, അത് തന്നെയാണ് സത്യം. വലാ തഗ്തറ ബികസറത്തി മൻ യുഖാലിഫു, ഈ പറഞ്ഞതിന് എതിരായി പറയുന്ന ആളുകളെ ബാഹുല്യം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, നീ അത് സ്വീകരിക്കരുത്. ജനാസ വഹിച്ചു പോകുമ്പോൾ മൗനമായി പോകണം എന്ന് ബഹുമാനപ്പെട്ട രണ്ടാം ശാഫിഈയായിട്ടുള്ള മുഹദ്ദിറുൽ മദ്ഹബായിട്ടുള്ള ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്ഥാപനത്തിലെ അദ്കാർ, ആ അദ്കാറിനെടുത്ത് വായിച്ചിടും ജനാസ വഹിച്ചു പോകുമ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിപ്പോകുന്ന ആളുകൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കിനെ മാറ്റിവെച്ചു. ശാഫിഈ മദ്ഹബിന്റെ ആളുകൾ എന്ന് പറയുന്നവർ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ രണ്ടാം ശാഫിയായ നബവി ഇമാമിന്റെ വാക്കിനെ തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ ദിക്ർ ചൊല്ലിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ശാഫിഈ മദ്ഹബിലെ കിതാബുകൾ മുജാഹിദുകൾക്ക് പ്രമാണമല്ല. പരിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും അനുകൂലമായിക്കൊണ്ട് ആരൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുജാഹിദുകൾ ബാധ്യസ്ഥരാണ്. ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും എതിരായിക്കൊണ്ട് ആരൊക്കെ പറഞ്ഞാലും പേര് എത്ര വലുപ്പമുണ്ടായാലും അത് പ്രമാണമായി സ്വീകരിക്കുകയില്ല എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഞാനിത് പറയുന്നത് ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ വാക്ക് മാറ്റിവെച്ചാൽ മുതഅഖിരീങ്ങളിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനായിരിക്കുന്ന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തന്റെ തുഹ്ഫയിൽ പറയുന്നത് ذاكرا بلسانه سرا لا جهرا لأنه بدعة قبيحة. ജനാസ വഹിച്ചു പോകുമ്പോൾ നാക്കുകൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലി പോകണം. ഇത് മുജാഹിദുകൾക്ക് പ്രമാണമല്ല. ഞാനത് പ്രത്യേകം ഊന്നി പറയുന്നു. നാക്കുകൊണ്ട് ദിക്ർ ചൊല്ലണമെന്ന് സമ്മതിച്ചല്ലോ എന്ന് പറയണ്ട. നിങ്ങളെ കിതാബിൽ ഉള്ളത് നിങ്ങൾ ചെയ്യുന്നതിന്റെ എതിരാളികൾ സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്. സിറായിട്ട് ദിക്ർ ചൊല്ലി പോകണം. ലാ ജഹ്റൻ, ജഹ്റായിട്ട് പറ്റൂല. ലിഅന്നഹു ബിദ്അത്തുൻ ഖബീഹത്തുൻ, ജഹ്റായിക്കൊണ്ട് ദിക്ർ ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകൽ അത് നീചമായിരിക്കുന്ന അജാചാരമാണ് എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തുഹ്ഫയിൽ പറയുന്നു. നമ്മുടെ നാട്ടിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാണ്. എങ്ങനെയാ ദിക്ർ ചൊല്ലുന്നത്? സിറായിട്ടാണ്. സിറ് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന് കേൾപ്പിക്കലാണ്. നമസ്കാരത്തിൽ നാം അത്തഹിയ്യാത്ത് ഓതുന്നത് പോലെ ഓതുന്നവൻ മാത്രമേ